ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇന്ന് ദർശനമാലയിലെ 4-ാം അധ്യായമായ മായാദർശനത്തിലെ 2-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയുന്നത്. ശ്ലോകം: പ്രാഗുൽപത്തേര്യഥാഭാവോ മൃദേവ ബ്രഹ്മണ പൃഥക് ന വിദ്യതേ ബ്രഹ്മാ ഹീയ സാ മായാമേയ വൈഭവ. ഒന്നുകൂടി പറയാം. പ്രാഗുൽപത്തേര്യഥാഭാവോ മൃദേവ ബ്രഹ്മണ പൃഥക് ന വിദ്യതേ ബ്രഹ്മ ഹീയ സാ മായാമേയ വൈഭവ. അന്വയം: ഉൽപ്പത്തേഃ പ്രാക് ഘടസ്യ അഭാവ മൃത് ഏവ മായയാ ബ്രഹ്മണ പൃഥക് ന വിദ്യതേ സാ അമേയ വൈഭവ മായ ബ്രഹ്മ ഹി ഭവതി. അർത്ഥം: എപ്രകാരം കുടത്തിൻ്റെ ഉൽപ്പത്തിക്ക് മുൻപ് അത് കേവലം മണ്ണ് മാത്രം ആയിരുന്നുവോ, അപ്രകാരം പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് മുൻപ് അവാച്യമായ വൈഭവത്തോടുകൂടിയ ഈ മായ ബ്രഹ്മത്തിലായിരുന്നു, ബ്രഹ്മം തന്നെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കുടം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ കുടം കേവലം മണ്ണ് മാത്രമായിരുന്നു. മണ്ണായിരുന്ന അവസ്ഥയിൽ അതിന് കുടത്തിൻ്റെ യാതൊരു ഗുണമോ രൂപമോ ഇല്ലായിരുന്നു. ഇപ്പോൾ കുടമായി മാറിയപ്പോൾ ഇതിന് കുടത്തിൻ്റെ രൂപവും കുടം എന്ന പേരും ഉണ്ടായതല്ലാതെ അതിന് മണ്ണ് എന്ന അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഇപ്പോഴും അതിൽ മണ്ണല്ലാതെ മറ്റൊന്നും ഇല്ല. യഥാർത്ഥത്തിൽ ഇപ്പോഴും അത് മണ്ണ് തന്നെയാണ്. എന്നാൽ കാഴ്ചക്കാർ ഇതിനെ കുടമായിട്ടാണ് കാണുന്നത്, അതിനെ കുടമായി തന്നെയാണ് കരുതുന്നതും. കുടം ഉടഞ്ഞു പോയാൽ ഇതിന് കുടത്തിൻ്റെ രൂപവും കുടം എന്ന പേരും നഷ്ടപ്പെടും, വെറും മണ്ണായി മാറും. യഥാർത്ഥത്തിൽ അത് കുടം ആകുന്നതിന് മുമ്പും കുടം ആയപ്പോഴും കുടമല്ലാതെയായപ്പോഴും മണ്ണ് തന്നെ ആണ്. കുടം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ കുടമുണ്ടായി. അതിൽ നമ്മൾ വെള്ളമൊഴിച്ചു വെച്ചതല്ലേ? ശരിയാണ്, കുടം ഉള്ളത് തന്നെയാണ്. എന്നാൽ അത് എക്കാലവും മണ്ണ് മാത്രമായിരുന്നില്ലേ? അതിൽ കുടം എന്ന് പറയുന്ന ഒരു വസ്തു വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതാണ് മായയുടെ ഉണ്ടെന്നും ഇല്ലെന്നും ഉള്ള അവസ്ഥ. ഇതാണ് മായയുടെ അമേയ വൈഭവത്തിനുള്ള ഉദാഹരണം. വേറൊരു ഉദാഹരണം കൂടി എടുക്കാം. കടലിൽ നിന്ന് അല്പം ജലം നീരാവിയായി മേലോട്ട് ഉയർന്നു. ഇപ്പോഴത് നീരാവിയാണ്. പിന്നീട് അത് മേഘമായി, മഴത്തുള്ളികളായി, പിന്നെ നീരുറവയായി, പിന്നെ തോട്ടിലെ വെള്ളം, പുഴയിലെ വെള്ളം എന്നിങ്ങനെ പല പേരുകളും മാറി മാറി സ്വീകരിച്ചു. അത് കടലിൽ ആയിരുന്നപ്പോൾ ഈ വക രൂപഭേദങ്ങളോ പേരുകളോ ഇല്ലായിരുന്നു. എന്നാൽ നീരുറവയായപ്പോഴും മേഘമായപ്പോഴും തുടർന്നുള്ള പല നാമരൂപങ്ങൾ സ്വീകരിച്ചപ്പോഴും ജലതന്മാത്രയെന്ന അവസ്ഥയ്ക്ക് ഒരു മാറ്റവും സംഭവിച്ചില്ല. അതിനോട് ചേർന്ന നാമരൂപങ്ങളാണ് അതിനെ പലതായി കാണിച്ചത്. എല്ലാ അവസ്ഥയിലും അത് ജലം തന്നെയാണ്. ഇതുപോലെ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് ബ്രഹ്മം തന്നെ ആയിരുന്നു. ഇപ്പോഴത് അനേക രൂപമായ പ്രപഞ്ച രൂപമായി പ്രകടമാകുന്നു. ഇത് മണ്ണ് കുടമായി പ്രകടമായതുപോലെയോ കടലിലെ വെള്ളം മേഘം മുതലായ അനേക രൂപങ്ങളിൽ പ്രകടമായതുപോലെയോ ബ്രഹ്മം നാമരൂപാത്മകമായ പ്രപഞ്ചമായി പ്രകടമാകുന്നതാണ്. ബ്രഹ്മത്തെ
പ്രപഞ്ചരൂപേണ പ്രകടമാക്കി കാണിക്കുന്നതിനെയാണ് മായ എന്ന് പറയുന്നത്. കുടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കുടത്തിൽ വെള്ളം എടുത്തു വച്ചതല്ലേ. അതിനെ മണ്ണിൽ വെള്ളം എടുത്തു വച്ചു എന്ന് പറയാനാകുമോ? പുഴയിൽ കുളിക്കുന്നവനെ കടലിൽ കുളിക്കുന്നവൻ എന്ന് പറയാൻ പറ്റുമോ? അതാണ് ഗുരുദേവൻ പറഞ്ഞത്, സകലതും ഉള്ളത് തന്നെ, തത്വചിന്താഗ്രഹനിത് സർവവും ഏകമായി ഗ്രഹിക്കും എന്ന്. കുടം ഉണ്ടെന്നുള്ളതും സത്യമാണ്, കുടം മണ്ണാണ് എന്നുള്ളതും സത്യമാണ്. ആദ്യത്തെ സത്യത്തെ വ്യാവഹാരിക സത്യമെന്നും രണ്ടാമത്തേതിനെ താത്വികമായ സത്യം എന്നും പറയുന്നു. ഒരു വസ്തുവിനെ സംബന്ധിച്ച് പല സത്യങ്ങൾ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഒന്നുകൂടി സൂക്ഷ്മമായി പരിശോധന നടത്തിയാൽ കുടം എങ്ങനെ ഉണ്ടായി, എപ്പോഴുണ്ടായി, എത്ര നാൾ നിലനിന്നു എന്നൊക്കെ പരിശോധിക്കുക ആണെങ്കിൽ മൺപാത്രം നിർമ്മിക്കുന്നവൻ മണ്ണെടുത്ത് കുടത്തിൻ്റെ രൂപത്തിലാക്കിയപ്പോൾ കുടമുണ്ടായി. അതുടഞ്ഞ് മണ്ണോട് ചേർന്നു. അപ്പോൾ അതുവരെ കുടമായിരുന്നു. പക്ഷേ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, കുടം എന്ന വ്യാവഹാരിക സത്യം താൽക്കാലികവും മണ്ണ് എന്ന താത്വികമായ സത്യം സ്ഥിരമായ സത്യവുമാണ്. അതുപോലെ സർവം ബ്രഹ്മം മാത്രമാണ് എന്നത് സ്ഥിരമായ താത്വികമായ സത്യമാണ്. പ്രപഞ്ചകാര്യം ഉണ്ടാക്കുന്ന മായയുടെ നിലനിൽപ്പ് വ്യാവഹാരിക അടിസ്ഥാനത്തിൽ ഉള്ളതും താൽക്കാലികവുമാണ്. വ്യാവഹാരികം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ നടപടിക്രമങ്ങളാണ്. അത് ഞാൻ ലോകത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ നിലനിൽക്കുന്നു എന്ന അറിവിനെ ആധാരമാക്കി ഉണ്ടായിട്ടുള്ളതാണ്. ഈ അറിവ് പ്രകൃതിയുടെ ഭാഗവുമാണ്, മനസ്സും ഇന്ദ്രിയങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളതുമാണ്. ഈ അറിവിലുള്ള വിശ്വാസം ഞാൻ ആത്മാവാണ് എന്ന ബോധം നഷ്ടപ്പെട്ടതുകൊണ്ട് ഉണ്ടായിട്ടുള്ളതുമാണ്. അതായത് മായയുടെ ഭാഗമായ പ്രകൃതി ഉണ്ടാക്കിയ മിഥ്യയായ ധാരണയിലാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വ്യാവഹാരികമായ താൽക്കാലിക സത്യം എന്നതും മിഥ്യയാണ്. പ്രപഞ്ചം യഥാർത്ഥത്തിൽ ഇല്ല തന്നെ, ഉള്ളത് ബ്രഹ്മം മാത്രം. ഇവിടെ പറയപ്പെട്ട ഉദാഹരണങ്ങളെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ വേറെയും ചില സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് മണ്ണ് സ്വയം കുടത്തിൻ്റെ രൂപം പ്രാപിച്ചതല്ല, മണ്ണിനെ മറ്റൊരാൾ കുടം ആക്കി തീർത്തതാണ്. അതുപോലെ കടലിലെ ജലം നീരാവിയായി ഉയർന്നത് സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ സഹായത്താലാണ്. കടലിൽ തിരമാലകൾ ഉണ്ടായത് കാറ്റിൻ്റെ പ്രവർത്തനവുമാണ്. അതുപോലെ ബ്രഹ്മം പ്രപഞ്ചത്തിൽ ദൃശ്യമാകുന്നതിന് പിന്നിൽ ഒരു പ്രേരക ശക്തി ഉണ്ടോ? ദൈവദശകത്തിലെ ഒരു ശ്ലോകത്തിലൂടെ ഗുരുദേവൻ ഇതിന് ഉള്ള ഉത്തരം പറയുന്നുണ്ട്. ശ്ലോകം ഇതാണ്: ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാവണം. അർത്ഥം: കടലും കടലിലെ തിരകളും കടലിലെ തിര ഉണ്ടാക്കുന്ന കാറ്റും കടലിൻ്റെ ആഴവും എപ്രകാരമാണോ അതുപോലെയാണ് ഞങ്ങളും മായയും ദൈവത്തിൻ്റെ മഹിമയും ദൈവവും എന്ന് ഞങ്ങളുടെ ഉള്ളിൽ അറിയാറാകണം എന്നാണ് പ്രാർത്ഥന. അതായത് ഞങ്ങളാകുന്ന കടലിൽ ഞങ്ങളാകുന്ന ദൈവത്തിൻ്റെ മഹിമയാകുന്ന കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന തിരകളാണ് മായ. ഞങ്ങൾ തിരകളാണെന്ന് വിശ്വസിച്ച് മുകൾ പരപ്പിൽ അലഞ്ഞു നടക്കുന്നു. അതിനാൽ അല്ലയോ ദൈവമേ, ഈ അനേക തിരകളിൽ ഒരു തിരയായ ഞാൻ സ്വയം ആരാണ് എന്ന് അറിയാൻ എന്നിലേക്ക്, എൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി അന്വേഷിച്ചപ്പോൾ
ഞാനും നീയും ഒന്നാണെന്നറിഞ്ഞു. അപ്പോൾ എല്ലാ തിരകളും ഞാനാണ് എന്നും അറിഞ്ഞു. ഒരു തിരമാല താൻ കടലാണ് എന്നറിഞ്ഞാൽ എല്ലാ തിരകളും താനും ഒന്നാണ് എന്നറിയും. ഇവിടെ ഒന്നിനെ പലതാക്കിയത്, കടലിൽ പല തിരമാലകൾ ഉണ്ടാക്കിയത് കാറ്റാണ്. അതുപോലെ ബ്രഹ്മത്തിൽ അനേക നാമരൂപങ്ങൾ ഉണ്ടാക്കിയത് ബ്രഹ്മത്തിൻ്റെ മഹിമയാണ്. എളുപ്പത്തിനു വേണ്ടി ഈ മഹിമയെ ഈശ്വരീയ ശക്തി എന്ന് വിളിക്കാം. ഈ മഹിമയിൽ നിന്നാണ് ആത്മാവിനെ പ്രപഞ്ചബോധമായ മായാബന്ധത്തിൽ ബന്ധിച്ചിട്ടിരിക്കുന്നത്. ആത്മാവിനെ പ്രകൃതിയുമായി ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകളാണ് ഇന്ദ്രിയങ്ങളും മനസ്സും. ഈ ചങ്ങലകൾ പൊട്ടിച്ച് രക്ഷപ്പെടാനുള്ള മാർഗം മഹാഭാരതത്തിൽ ഇങ്ങനെ പറയുന്നു: ഏവം ഛിത്വാച ഭിത്വാച തത്വജ്ഞാനാസിനാ ബുധ നിർമ്മമോ നിരഹങ്കാരോ മുച്യതേ നാത്ര സംശയ. ആത്മാവായിരിക്കുന്ന എന്നെ പ്രകൃതി, ഇന്ദ്രിയങ്ങളും മനസ്സും എന്ന ചങ്ങല കൊണ്ട് ലോകത്തിൽ ബന്ധിച്ചിട്ടിരിക്കുകയാണ് എന്ന് ബോധമുള്ളവർ ലൗകിക വിഷയങ്ങളിലുള്ള മമതയും അഹങ്കാരവും വെടിഞ്ഞ് തത്വജ്ഞാനമാകുന്ന വാളിനാൽ ഈ ബന്ധനങ്ങളെ മുറിച്ച് സർവ വിഘ്നങ്ങളും ഭേദിച്ച് മുക്തനാകും. ഇതിൽ സംശയമില്ല. മായയെ ജയിക്കാൻ ഇന്ദ്രിയ നിഗ്രഹവും മനോനിഗ്രഹവും സാധിക്കണമെങ്കിൽ തത്വജ്ഞാനമാണ് അതിനുള്ള വഴി എന്ന് ഇവിടെ ഊന്നി പറഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമസ്കാരം.